മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത കൃപകളും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും നാം ഓരോരുത്തരും ഉണ്ടാകുവാൻ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും ഇപ്പോൾ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് അരൂപിയുടെ പ്രവർത്തനത്തിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തളർന്ന മനസ്സുകളെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനയുടെ അഭിഷേകം മങ്ങിപ്പോയ ജീവിതങ്ങളെ ഉണർത്തണമേ. ഇപ്പോൾ വൻ കൃപ ഈ ലോകത്തിലേക്ക് നൽകണമേ. സ്തുതികൾക്കും പേഴ്ചകൾക്കും യോഗ്യനായ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ, ദൈവപുത്രനായ യേശുവിനെ ആരാധിച്ച് അത്ഭുത അഭിഷേകത്തെ പ്രാപിക്കുവാൻ ഇപ്പോൾ ഓരോ മകനെയും മകളെയും ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. ഓരോരുത്തരും ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. അറിയാവുന്നതുപോലെ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവപുത്രനെ ആരാധിക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവമേ ഇപ്പോൾ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ആദിയും അന്ത്യവുമായവൻ, സകലത്തിന്റെയും അധിപനായവൻ, സകല സ്തുതികൾക്കും യോഗ്യനായവൻ യേശു ക്രിസ്തു, സകലത്തിന്റെയും അധിപതി, സർവാധിപനായ കർത്താവ്, സ്വർഗത്തിന്റെ രാജാവ്, ഭൂമിയുടെ അധിപതി. യേശുവിനെ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. യേശുവിനെ ആരാധിക്കുക. ആദ്യനും ഇതാ യേശുവിനെ ആരാധിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നീ മാത്രമേശുവേ. മകനെ, മകളെ, ഉണർന്ന ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുക. ക്ഷീണങ്ങൾ മാറട്ടെ, മടുപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി ജ്വലിക്കട്ടെ, ആത്മാവ് ഉണരട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ. ദൈവമായ കർത്താവിന്റെ ചൈതന്യത്താൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനങ്ങൾ പൊട്ടിപ്പോകട്ടെ, തിന്മകൾ മാറിപ്പോകട്ടെ, അവിശ്വാസങ്ങൾ വിട്ടുപോകട്ടെ, നിരീശ്വര ചിന്തകൾ വിട്ടുപോകട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ, വചനത്തിന് വേണ്ടി ദാഹം ഉണ്ടാകട്ടെ, ദൈവവചനത്തിന് വേണ്ടി ദാഹം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള ഹൃദയപരമായ ദാഹം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വ്യാപരിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ, അത്ഭുത കൃപകൾ വ്യാപരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വെളിപാടിന്റെ പുസ്തകം 16-ാം അധ്യായം 15-ാം തിരുലിഖിതം. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നഗ്നനായി ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതിരിക്കുവാൻ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഇതാ തിരുലിഖിതങ്ങളുടെ വലിയൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് സ്വീകാര്യരായിരിക്കാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ വെടിപ്പാക്കി വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് എളിമപ്പെട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാകണമെന്ന് തിരുലിഖിതങ്ങളിലൂടെ തിരുപരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്?
എന്ത് വസ്ത്രത്തെക്കുറിച്ചാണ് തിരുലിഖിതം ഇവിടെ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ധരിച്ച് നമ്മൾ നടക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോൾ മുഷിഞ്ഞു പോകുന്ന ഈ വസ്ത്രത്തെക്കുറിച്ചല്ല വിശുദ്ധ ലിഖിതം ഇപ്പോൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരമാകുന്ന വസ്ത്രത്തെക്കുറിച്ചും അല്ല വിശുദ്ധ ലിഖിതം ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മുടെ ആത്മാവിന്റെ അനശ്വര വസ്ത്രത്തെക്കുറിച്ച് അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന്റെ അനശ്വരമായ വസ്ത്രം, ഈ വസ്ത്രമാണ്. ഈ വസ്ത്രം വിശുദ്ധിയോടെ വെടിപ്പോടെ ഉള്ളവർക്കാണ് യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കാനുള്ള അഭിഷേകം ലഭിക്കുന്നത്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിലുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും. അപ്പോൾ ഈ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവർ യേശു ക്രിസ്തുവിന്റെ കൂടെ ധവള വസ്ത്രധാരികളായി, വെള്ള വസ്ത്രധാരികളായി, ശുഭ്ര വസ്ത്രധാരികളായി നടക്കും. എന്നാൽ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ഈ വസ്ത്രത്തിന്റെ സ്ഥിതി എന്താണ്? പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വസ്ത്രം വെടിപ്പിലല്ല. പാപത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വസ്ത്രം വിശുദ്ധിയിലല്ല. പാപത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വസ്ത്രം പാപക്കറ പുരണ്ടതത്രേ. പാപക്കറ പുരണ്ട വസ്ത്രം, പാപക്കറ പുരണ്ട വസ്ത്രം. ആ വ്യക്തി പാപത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പാപക്കറ പുരണ്ട വസ്ത്രം ആ വ്യക്തിയിൽ നിന്നും, ആ വ്യക്തിയുടെ ആത്മീയമായ അവസ്ഥയിൽ ആ വ്യക്തി നഗ്നനായതിന് തുല്യമത്രേ. ഹല്ലേലൂയ. പാപക്കറ പുരണ്ട വസ്ത്രം ധരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായി നഗ്നനായിരിക്കുന്ന അവസ്ഥ എന്ന് തന്നെ ഈ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 17-18 വാക്യങ്ങൾ, എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും അന്ധനും നഗ്നനും ദരിദ്രനും ദയനീയനുമാണെന്ന് തിരിച്ചറിയുക. നിനക്ക് സമ്പത്തുണ്ടാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. നിന്റെ കാഴ്ച തെളിയേണ്ടതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങിക്കുക. എന്താ തിരുലിഖിതങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്? നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നാണ് ഈ നഗ്നത ആരംഭിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയമായി ഒരു വ്യക്തി പാപത്തിൽ വ്യാപരിക്കുമ്പോൾ പാപക്കറ പുരണ്ട് പാപത്തിന്റെ കറ പുരളുന്നതോടുകൂടെ ആ വ്യക്തിയുടെ ആത്മീയ വസ്ത്രം ഉരിഞ്ഞു മാറ്റപ്പെടുന്നു. ആ വ്യക്തി ആത്മീയമായി നഗ്നനായി മാറുന്നു. ആ വ്യക്തി ആത്മീയ വസ്ത്രം ഇല്ലാത്തവനായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു ദൈവ പൈതൽ ആത്മീയമായി നഗ്നനായ അവസ്ഥയിലാണെങ്കിൽ ആദ്യമേ ആ വ്യക്തി അത് തിരിച്ചറിയണം. ഞാൻ ആത്മീയമായി നഗ്നനാണ്, ഞാൻ ആത്മീയമായി തകർന്നവനാണ്, ഞാൻ ആത്മീയമായി പാപത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പാപക്കറ പുരണ്ട ഒരു വ്യക്തിയത്രേ. അങ്ങനെയുള്ള ദൈവ പൈതലിനോട് വിശുദ്ധ ലിഖിതങ്ങളോട് യേശുക്രിസ്തു ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. ഈ ശുഭ്രവസ്ത്രം എനിക്ക് വീണ്ടും തരാൻ എന്റെ യേശുക്രിസ്തു സന്തോഷത്തോടെ ഇടപെടുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ജീവിതത്തിൽ പാപത്തിൽ വീണാൽ എന്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് എനിക്ക് പാപം പറ്റി എന്ന് ദൈവത്തോട് പറയുമ്പോൾ എന്റെ നഷ്ടപ്പെട്ട ആത്മീയ വസ്ത്രം എനിക്ക് തിരിച്ചു തരാൻ എന്റെ യേശുക്രിസ്തു സന്തോഷത്തോടെ എന്റെ അരികിലേക്ക് വരുന്നു. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് എന്ത് തെറ്റാ ഉള്ളത്? ഇതാരായി തെറ്റ് ചെയ്യാത്തത്? ഇതൊക്കെ വലിയ തെറ്റാണോ? എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ സ്വയം ന്യായീകരിക്കുന്ന ഒരു പ്രകൃതമാണെങ്കിൽ, അഹംഭാവത്തിന്റെ പ്രകൃതമാണെങ്കിൽ, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ ധനികനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് എന്തിന്റെ കുറവുള്ളത്, ഇങ്ങനെ ഡമ്പ് ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരനാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്നെ രക്ഷിക്കാൻ ആർക്കും ആവുകയില്ല. നീ നിന്റെ ദയനീയമായ അവസ്ഥ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും ആവുകയില്ല. എന്നാൽ ഈ ദയനീയ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ വചനം വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ദൈവ പൈതലിനോട് ഉപദേശിക്കുന്നു: നീ അനുതപിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം നിന്റെ ആത്മാവിന് ലഭിക്കും. നീ അനുതപിക്കുക. വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ ദൈവവചനം 14 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്: ജീവവൃക്ഷത്തിന്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും
തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. എങ്ങനെയാണ് ഈ അങ്കികൾ ആത്മീയ വസ്ത്രം കഴുകി വെടിപ്പാക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം, അനുതാപത്താലുള്ള വിശുദ്ധീകരണം. ഒരു വ്യക്തി അനുതപിച്ച് എന്റെ ദൈവമായ കർത്താവിന്റെ, എന്റെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എനിക്ക് വിശുദ്ധീകരണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് കുഞ്ഞാടിന്റെ രക്തത്താൽ അദ്ദേഹത്തിന്റെ ആത്മീയ വസ്ത്രത്തിന് വെടിപ്പ് തിരികെ കിട്ടുക തന്നെ ചെയ്യുന്നു. ജീവവൃക്ഷത്തിന്റെ മേൽ അവകാശം ലഭിക്കാനും നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ വ്യഭിചാരികളും മന്ത്രവാദികളും നായ്ക്കളും കൊലപാതകളും വിഗ്രഹാരാധകരും പുറത്ത്, അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്, അശുദ്ധിയുള്ള വസ്ത്രമുള്ള സകലരും പുറത്ത്. അതുകൊണ്ട് വിശുദ്ധ ലിഖിതം ഉത്ബോധിപ്പിക്കുകയാണ്, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. നിന്റെ നഗ്നത, നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ പാപത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ് ഹൃദയം നുറുങ്ങി അനുതപിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അഹങ്കാരത്തോടെ, ദാർഷ്ട്യത്തോടെ, സ്വയം പ്രശംസാഭാവത്തോടെ എനിക്കൊന്നിനും കുറവില്ല, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ അത്യാവശ്യം വിശുദ്ധനാണ്, ഇങ്ങനെ അനുതാപം ഇല്ലാത്ത ഒരവസ്ഥയിൽ പോകാൻ എന്നെ അനുവദിക്കരുത്. എന്റെ പാദങ്ങൾ വിനാശത്തിന്റെ മാർഗത്തിലാണോ എന്ന് അവിടുന്ന് പരിശോധിച്ച് നോക്കണമേ. എന്റെ ആത്മാവിന്റെ വസ്ത്രം പാപക്കറ പുരണ്ട് ഇന്ന് ഞാൻ ആത്മീയമായി നഗ്നനായ അവസ്ഥയിലാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചൊരു ബോധ്യം, ഒരു തിരിച്ചറിവ് എനിക്ക് നൽകണമേ. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവേ എന്റെ അന്തരംഗത്തിൽ പ്രവർത്തിക്കണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. അറിവേറെയുണ്ടെന്ന അഹങ്കാരമോടെ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടു പോയി. അപരന്റെ മുമ്പിൽ മികവേറെ നാഥ, അവിടുത്തെ മുമ്പിൽ കുറവേറെ നാഥ, ആരും കാണാത്തതല്ല ആഴം കാണുന്ന നാഥ, അനുതാപമായി എൻ ദൈവമേ ഇപ്പോൾ എന്റെ ഹൃദയത്തെ സ്പർശിക്കണമേ കർത്താവേ, എന്റെ ആത്മാവിനെ സ്പർശിക്കണമേ കർത്താവേ. എൻ ദൈവമേ എന്നിൽ കനിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ കോട്ടകൾ തകരട്ടെ കർത്താവേ. സ്വയം ന്യായീകരണത്തിന്റെ കോട്ടകൾ തകരട്ടെ. അനുതാപത്തിന്റെ ബോധ്യങ്ങൾ ലഭിക്കട്ടെ. എന്റെ കർത്താവിൽ നിന്ന് ശുഭ്ര വസ്ത്രങ്ങൾ വാങ്ങിച്ച്, വിശുദ്ധിയുടെ വസ്ത്രം വാങ്ങിച്ച് എന്റെ കർത്താവിനോട് നടക്കണം. എന്റെ കർത്താവിനോടുകൂടെ നടക്കണം. എന്റെ കർത്താവ് വരുമ്പോൾ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് എന്റെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കണമേ. എന്നൊരു ആഗ്രഹം കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനാകാതിരിക്കാൻ, ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് മുന്നറിയിപ്പ് തന്ന് യേശുവേ, ജീവിതത്തിൽ ഉണർന്നിരിക്കാൻ, വസ്ത്രം ധരിച്ചിരിക്കാൻ, ഉണർന്നിരിക്കാൻ, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ ഞങ്ങളിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളിലും വരദാനമായി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Hallelujah. ആഴങ്ങളറിയുന്ന ഈശോ, ആഗത
ഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ ദിവ്യകാരുണ്യനാഥനായ യേശുവേ, പാപക്കറ പുരണ്ട ഞങ്ങളുടെ ആത്മാവിനെ കാണണമേ. ഇനി ഒരിക്കലും പാപത്തിൽ നിന്ന് മോചനമില്ലേ എന്ന് ചിന്തിക്കാൻ തക്കവിധം അധപ്പതിച്ചു പോയ, ഇനി എനിക്ക് ഒരിക്കലും രക്ഷയില്ല എന്ന് നിരാശപ്പെടാൻ തക്കവിധം ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളിലേക്കും വീണുപോയ ഓരോ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. എത്രയോ തെറ്റുകൾ, എത്രയോ പാപങ്ങൾ, ഒന്ന് മനസ്സ് തുറന്നൊന്ന് പൊട്ടിക്കരഞ്ഞ് അനുദപിക്കാൻ പോലും പറ്റാത്ത വിധം, എന്റെ പാപങ്ങളൊന്ന് ഏറ്റുപറയാൻ പോലും പറ്റാത്ത വിധം ഹൃദയം കല്ലിച്ചുപോയി, ഹൃദയം കഠിനമായി പോയി. എന്റെ ആത്മാവിന് ശുഭ്ര വസ്ത്രങ്ങൾ വേണം, എന്റെ ആത്മാവിന്റെ വസ്ത്രം കഴുകി വെടിപ്പാക്കണം, എന്റെ ആത്മാവിന്റെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കണം. ഇങ്ങനെയുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ട വിധത്തിൽ മരവിച്ചൊരു ജീവിതമായി എത്ര കാലമായി ഞാൻ കഴിയുന്നു. കർത്താവെ, ഒന്ന് പൊട്ടിക്കരയാൻ എന്നെ അനുഗ്രഹിക്കണമേ. കരയാനെനിക്കൊരു കരളേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകാൻ. യേശുവേ, കരയാനെനിക്കൊരു കരളേകുനാഥ, യേശുനാഥ, കരയെല്ലാം കഴുകിടുവാൻ ഓരോ പാപം അനുതാപത്തോടെ കൃപയേകുനാഥ, കരുണ ചൊരിയണമേ. അനുതാപപൂരിതനാകാൻ. കരങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്കലേക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും യേശുവിനെ വിളിക്കട്ടെ. ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയുള്ള അത്ഭുതങ്ങളുണ്ട്. ആത്മാവിന്റെ കറപുരണ്ട പാപക്കറപുരണ്ട വസ്ത്രത്തിന്റെ മേൽ വിശുദ്ധിയുടെ വെടിപ്പുള്ള ദൈവിക ഇടപെടൽ തരാൻ തക്കവിധം കർത്താവ് ഈ സമയത്ത് ഹൃദയങ്ങളിൽ സ്പർശിക്കുന്നു, ആത്മാവിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിക്കുക, ഹൃദയം തുറന്ന് കർത്താവായ യേശുവിനെ വിശ്വസിച്ച് വിളിക്കുക, യേശുവിന്റെ നാമത്തെ വിളിക്കുക, യേശുവിന്റെ രക്ഷയുടെ നാമത്തെ വിളിക്കുക. മകനെ, മകളെ, ഇത് അത്ഭുതകരമായ ദൈവിക ഇടപെടുന്ന നിമിഷം. ഇതാ ദൈവ അത്ഭുതങ്ങളാൽ തന്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിനെ വിളിക്കുന്നു, യേശുവേ. അനുതാപക്രമോട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ.
പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സേവ്യർ. മാനന്തവാടി രൂപത കല്ലോടി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് മൂക്കിൽ ദശ വളരുന്ന അസുഖമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനോടകം 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ 2 മാസം 3 മാസം കഴിയുമ്പോൾ എനിക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. ശക്തമായ തലവേദന, ശക്തിയായ തുമ്മല്. ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ തെറിച്ചു പോകും. അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ എൻ്റെ ശക്തിയായി തുമ്മിക്കൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് അവസാന പ്രതീക്ഷ എന്ന നിലയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഏകദേശം 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തുമ്മലും ജലദോഷവും അസുഖവും വന്നു തുടങ്ങി. എൻ്റെ മനസ്സിലൊക്കെ എനിക്ക് വലിയ നിരാശയുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കരമായ കഫക്കെട്ട്. ഞാൻ തന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എവിടുന്ന ഈ കഫം മുഴുവൻ വരുന്നത്. അത്രയധികം കഫക്കെട്ടായിരുന്നു എനിക്ക്. കഫക്കെട്ട് മാത്രമല്ല, തുമ്മി രക്തക്കട്ടകൾ തന്നെ ഈ മൂക്കിൽ നിന്ന് ഒലിക്കുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ശക്തമായ തലവേദന ഉണ്ടായിരുന്നു. പിന്നെ തുമ്മലിനുള്ള അലർജിക്കുള്ള ഗുളികൾ, തലവേദനയ്ക്കുള്ള ഗുളികളൊക്കെ എൻ്റെ ബാഗിനകത്ത് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ശക്തമായി വന്നാൽ എടുത്ത് കഴിക്കാം എന്നുള്ള കണക്കൂട്ടിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കാര്യമായ തുമ്മലൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് അന്ന് രാജു ബ്രദറിന്റെ തൈല അഭിഷേകത്തിൽ എനിക്ക് ആശ്വാസം തോന്നി. അന്ന് എനിക്ക് സ്മെല്ലൊക്കെ കിട്ടി, കുറച്ച് സൗഖ്യം തോന്നി. എന്നാൽ പിറ്റേ ദിവസം എനിക്ക് സ്ഥിതി മാറി. എനിക്ക് വളരെ കൂടുതൽ തലവേദന, ജലദോഷം എല്ലാം അനുഭവപ്പെട്ടു. അന്ന് എനിക്ക് വയറിന് അസ്വസ്ഥത തോന്നി. ഞാൻ വൈകിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല. അന്ന് ഇങ്ങനെ കിടന്നു. പിറ്റേ ദിവസം എനിക്ക് കുറച്ച് വീണ്ടും അസുഖങ്ങളൊക്കെ കുറവ് തോന്നി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഇന്ന് ഈ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് വളരെയധികം സുഖം തോന്നി. ധൂപാർപ്പണ സമയത്ത് എനിക്ക് എന്റെ സ്മെല്ല് എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഞാൻ വളരെ ശക്തമായി ദൈവത്തെ സ്തുതിച്ചു. എനിക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സ്മെല്ല് കിട്ടാതായിട്ട് എത്ര നാളായി? ഇതിപ്പോ 3 മാസത്തോളായിട്ട് എനിക്ക് കിട്ടുന്നില്ല. മൂക്കിൽ സ്മെല്ല് 3 മാസമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. വളരെ നാളുകളായിട്ടില്ല. ബേബി മെമ്മോറിയൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം 2 മാസത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വീണ്ടും പോയി. വീണ്ടും തീരെ കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ പിന്നെ നന്നായി കിട്ടാൻ തുടങ്ങി. ഇപ്പൊ കിട്ടുന്നുണ്ട്. ധൂപാർപ്പണ സമയം മുതൽ ശരിക്കും കിട്ടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടി ഈശോയെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജോയ്. ഞാൻ തിരൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 10 വർഷമായിട്ട് തുമ്മല്, ശ്വാസതടസ്സം മൂലം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വരുന്നതിനും ഒരാഴ്ച മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് തണുത്ത വെള്ളം, അതുപോലെ തന്നെ തണുപ്പ്, യാത്ര, പൊടി, ഇതെല്ലാം അലർജിയാണ്. ഉടനെ ശ്വാസം മുട്ടുണ്ടാവും. ഇവിടെ വന്ന് ഞാൻ രാവിലെ 5-5:15 തണുത്ത വെള്ളത്തിൽ, ഐസ് പോലെ ഇരിക്കുന്ന വെള്ളത്തിൽ ഞാൻ കുളിക്കും. എനിക്കൊരു പ്രശ്നമില്ല, തുമ്മലില്ല, ശ്വാസതടസ്സമില്ല, ഒന്നുമില്ല. ഞാൻ എല്ലാവിധ ചികിത്സകളും, അലോപ്പതി എല്ലാം, ആയുർവേദം, ഹോമിയോ എല്ലാം പരീക്ഷിച്ചു നോക്കിയതാണ്. എന്നിട്ടും പ്രയോജനമില്ലാതെ ഒരു വിധത്തിൽ നിരാശ പോലെ ആയിരുന്നു ഞാൻ. അതിൽ നിന്നെല്ലാം എനിക്ക് ഈശോ അത്ഭുതകരമായി ഈ ജോയിയെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കയ്യടി ഈശോയെ മാറ്റപ്പെടുത്താം. കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.